എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, അലോട്ട്മെൻറ്റ് കിട്ടിയവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണമോ? അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കുമെന്ന് വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇന്ന് 7 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായി അറിയിച്ചുവെങ്കിലും ഒരു 5:30 കൂടി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അഡ്മിഷൻ എടുക്കേണ്ടവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുക്കേണ്ട തീയതിയൊക്കെ എന്തുണ്ടാവും, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ അത്രയും കൂടുതൽ എന്ത് ചെയ്യാതെ പറയാതെ നേരെ അലോട്ട്മെൻറ്റ് മെമ്മോയിലേക്ക് പോയത്. അലോട്ട്മെൻറ്റ് മെമ്മോയ്ക്കകത്ത് ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണും. അപ്പോൾ അത് ഇപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റി അപേക്ഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ കോളേജിൽ 27-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും സെയിം തന്നെയായിരിക്കും, ഏതാണ്ട് സെയിം തന്നെയായിരിക്കും, മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഇങ്ങനെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം എന്ത് ചെയ്യുക, UG അഫിലിയേറ്റഡ് കോളേജസ് ആൻഡ് പ്രോഗ്രാം എന്ന ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID യും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡ് ഒരു കറുത്ത കോളത്തിൽ ഒരു 5 അക്കം അവിടെ കാണും. ഇതും നൽകി ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് എന്ന അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് എന്ത് ചെയ്യാം, അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചു കഴിയുമ്പോൾ അതിനടിയിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഡൗൺലോഡ്, അവിടെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലേക്ക് പോവുകയും നിങ്ങൾക്കത് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഫോണിലേക്കോ സിസ്റ്റത്തിലേക്കോ എങ്ങോട്ടാണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഹാജരാകാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ ഹയർ ഓപ്ഷൻ 27-ാം തീയതി വരെ, 27/6/2024 തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടക്കുന്നത് 27-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ അഡ്മിഷന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് 27-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ്. അപ്പോൾ അതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. ഏതായാലും ഒരു ജൂൺ 1 or 2 കൂടി തന്നെ എന്ത് ചെയ്യും, തേർഡ് അലോട്ട്മെൻറ്റ് എന്തായാലും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ജൂൺ അല്ല, ജൂലൈ 1 or 2 കൂടി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.